ഷാർജയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിഭജിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടതിന്റെ തെളിവുകൾ 24-ന്. വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായിരുന്നുവെന്നും ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. വർഷങ്ങളായി വിഭജിക ഭർത്താവിൽ നിന്ന് പീഡനം നേരിട്ടിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. 2022 മുതൽ വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന നിർണായക വിവരമാണ് ഓഡിയോ സന്ദേശത്തിലുള്ളത്. കാര്യമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ നിന്നിട്ടെന്നെ ഉണ്ടായിരുന്നു. അതോടെ വീട്ടുകാരുടെ ഇത് തീർന്നു. സ്വർണവും അതും കൂടെ തന്നത്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നല്ലോ, അതിന് 1.25 ലക്ഷം രൂപ ഇപ്പോൾ അടയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് അടച്ചിട്ട്, കാരണം എനിക്ക് ജോലിയില്ല, അപ്പം എനിക്കുള്ള മുതലിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. എനിക്ക് അവൻ്റെ നിന്നോ അവൻ്റെ അച്ഛനെ സമ്പാദിച്ചത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. വിവാഹ സമയത്ത് വീട്ടുകാർ സ്വർണത്തിന് പുറമെ 2.5 ലക്ഷം രൂപ വിഭജികയ്ക്ക് പണമായി നൽകി. അതിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കാൻ പറഞ്ഞത് തർക്കത്തിലേക്ക് നയിച്ചു. ദാമ്പത്യ പ്രശ്നങ്ങൾ പുറത്തറിയിച്ചതിൽ ഭർത്താവ് നിതീഷിനോട് വിഭജികയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു. വിവാഹമോചനത്തിനെക്കുറിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. അതേസമയം ഇരുവരുടെയും മരണത്തിൽ കേസെടുക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ്. വിഭജികയുടെ മാതാവ് ശൈലജയുടെ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുക്കുക. ഇന്ന് തന്നെ ശൈലജയുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി, കേന്ദ്ര വിദേശകാര്യമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.